നമുക്ക് സിമ്പിളായിട്ടും അതിനേക്കാൾ ഏറെ രുചിയിലും വീട്ടിൽ തന്നെ ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ മെൽറ്റായതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം ഒരു അലുമിനിയം പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു റിങ് ഇട്ട് വെച്ചിട്ട് ഫ്ലെയിം സിമ്മിൽ വെച്ചതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കേക്കിൻ്റെ ട്രേ എടുത്ത് അതിൽ നമുക്ക് കുറച്ച് ബട്ടർ പുരട്ടി പുറത്ത് ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തും ബട്ടർ പുരട്ടി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് നോർമൽ ഷുഗറും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഈ ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഇത് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലോട്ട് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇതിലോട്ട് അരിച്ച് ഇട്ട് വെക്കണം. ശേഷം ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കേക്കിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്ത് പുറത്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അലുമിനിയം പാത്രത്തിലോട്ട് നമുക്ക് അതൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. 40-45 മിനിറ്റ് വരെ കൊടുക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അതിന് ശേഷം 5 മിനിറ്റും കൂടെ കൊടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തുറന്ന് നോക്കി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് തണുക്കണം. തണുത്തിട്ട് മുറിക്കാം. നമ്മുടെ ബ്രൗണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ എടുത്ത് മാറ്റി മുറിച്ച് എടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം.